എന്താ മേശാന്തി? വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമവിനിർണയം. ഒന്നുകൂടി ശ്ലോകം നോക്കാം. പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമവിനിർണയം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. പഞ്ചമഃ കപിലഃ നാമ സിദ്ധേശഃ കാലവിപ്ലുതം സാഖ്യം തത്വഗ്രാമവിനിർണയം അസുരയെ പ്രോവാച. ഒന്നുകൂടി അന്വയം നോക്കാം. പഞ്ചമ കപില നാമ സിദ്ധേശഃ കാലവിപ്ലുതം സാഖ്യം തത്വഗ്രാമവിനിർണയം അസുരയെ പ്രോവാച. ഇനി ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. പഞ്ചമ കപില നാമ സിദ്ധേശഃ കാലവിപ്ലുതം പ്രോവാച അസുരയെ സാഖ്യം തത്വഗ്രാമവിനിർണയം. ഒന്നുകൂടിയും പദങ്ങളായിട്ട് നോക്കാം. പഞ്ചമ കപില നാമ സിദ്ധേശഃ കാലവിപ്ലുതം പ്രോവാച അസുരയെ സാഖ്യം തത്വഗ്രാമവിനിർണയം. ഇനി പദങ്ങളുടെ അർത്ഥം നോക്കാം. പഞ്ചമ അഞ്ചാമത്തെ, കപിലഃ കപിലമുനി, നാമ എന്നു പേരുള്ള, സിദ്ധേശഃ സിദ്ധന്മാരുടെ അധിപൻ, കാലവിപ്ലുതം കാലക്രമത്തിൽ നഷ്ടപ്പെട്ട, പ്രോവാച ഉപദേശിച്ചു, അസുരയെ ആസുരി എന്ന ബ്രാഹ്മണനായിരിക്കുന്ന മഹർഷിക്ക്, സാഖ്യം സാഖ്യദർശനം, തത്വഗ്രാമവിനിർണയം തത്വങ്ങളുടെ വ്യക്തമായ നിർണയം. ഈ ശ്ലോകം ഭഗവാന്റെ കപിലാവതാരത്തെ സൂചിപ്പിക്കുന്നു. കപിലമുനി സിദ്ധന്മാരുടെ അധിപനായിട്ട് അവതരിച്ചു. കാലക്രമത്തിൽ നഷ്ടപ്പെട്ട സാഖ്യതത്വം അദ്ദേഹം ആസുരി മഹർഷിക്ക് ഉപദേശിച്ചു. സാഖ്യശാസ്ത്രം പ്രകൃതിയും പുരുഷനും ആത്മതത്വവും വ്യക്തമായി വിശദീകരിക്കുന്നു എന്ന് ഈ ശ്ലോകം നമ്മളോടായിട്ട് പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ഈ മുമ്പത്തെ എല്ലാ ശ്ലോകങ്ങളും അടങ്ങിയ പ്ലേലിസ്റ്റ് ഭാഗവത പഠനം എന്ന പേരിൽ നമ്മുടെ ചാനലിലുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറിയാൽ മുമ്പത്തെ എല്ലാ ശ്ലോകങ്ങളും കാണാനായിട്ട് സാധിക്കും. ഇതിന് മുമ്പത്തെ ശ്ലോകങ്ങളൊക്കെ പഠിക്കാനും അറിയാനൊക്കെ താല്പര്യമുള്ളവർക്ക് ആ പ്ലേലിസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ശ്ലോകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ.